ഏതായിരുന്നു വീഡിയോസിൽ ടി വി വേഴ്സസ് ഹെൽഫയർ. ഓക്കെ, ലെറ്റ്സ് ഗോ. ചാപ്റ്റർ 1. 20-ാം വയസ്സിൽ പൊങ്ങാത്തതിലും നല്ലത് 90-ാം വയസ്സിൽ പൊങ്ങുന്നതല്ലേ. എന്തെങ്കിലും പറയുമെന്ന് കൊറേ നേരം കൊണ്ട് വരുന്നുണ്ട്, കറങ്ങുന്നുണ്ട്. അത് നിങ്ങൾക്ക് കെട്ടിയിട്ട് കാര്യമില്ല, ഉപയോഗമുള്ളവരോടെ പറഞ്ഞിട്ട് ചോദിച്ചു വാങ്ങി. വണ്ടി എടുത്ത് ഗ്യാങ് വണ്ടി എടുത്ത് വന്ന് ചോദിച്ചു വാങ്ങി. ഇനി പോയി കിടന്നു ഇറങ്ങി കലിപ്പനായി ഫീലായി കലിപ്പായി. ഇനി മാസൊക്കെ കാണിക്കും. എന്താടാ അറിയോടാ നിന്റെ സൗണ്ട് ഫുള്ളാടാ. എന്റെ സൗണ്ട് ഫുള്ള്. സാധനം പിടിച്ചു നോക്കണോന്നൊക്കെ കയ്യില് ഒതുങ്ങുമ്പോ നോക്കണം. എടാ അതിനുള്ള പ്രായം ആയില്ല. ആവുമ്പോ ഓ ഞാൻ വരാം. വണ്ടി കയറട്ടെ. മാസാണോ നരകത്തിലേക്കാടാ നീ കയറിയത്? നരകത്തിലേക്ക്. അതെ, നരകന്തി. ഇവിടുത്തെ രാജാവ് ഞാനാ. കൂട്ടത്തിലെടുത്ത് ഇടിച്ചു കൊന്നു കേട്ടാ. പണ്ടം എന്റെ പേര് ബാലൻ. വാട്ട്സ് യുവർ നെയിം? അവന്റെ പണ്ടാരടങ്ങുമല്ലോ. ആണോ? അല്ലെങ്കിൽ ഈ തന്തയില്ലാത്തവന്മാരുടെ വണ്ടിയിലൊന്നും ഞാൻ കേറാറില്ല ബ്രോ. അറിയാതെ കയറിപ്പോയതാ. എന്താടാ ഹോസ്റ്റേജ് എടുക്കാനുള്ള ധൈര്യം ഇല്ലേ? ധൈര്യമില്ലേ ഇറക്കി വിടുന്നു നീയൊക്കെ? സാരമല്ലേ കൊണയാ പിള്ളേച്ച. അവ ഇറങ്ങി ചെന്നിട്ട് പോലും ഹോസ്റ്റൽ എടുത്തോട്ട് പോയില്ലടാ അവന്മാര്. മാസാണോ? ആ തരാ ഞാൻ നിനക്കുള്ള മാസം കേട്ടോ. എടുത്തോണ്ട് പോടാ വണ്ടി. എന്റെ ഒക്കെ എടുത്തോണ്ട് പോടാ പിള്ളാച്ച കഴിവില്ലാത്തവനെ. നീ ഒന്ന് തരണേടാ മോനെ, ഒന്ന് തരണേ. നീ ഒന്ന് തരണേ. നീ മുക്കും കേട്ടടാ. നിന്റെ പേരെന്ന് പറഞ്ഞേ. എന്തോ കേട്ടില്ല. ഏത് ഗ്യാങ്ങാന്നൊക്കെ നീ വഴിയെ മനസ്സിലാക്കിക്കോളും കേട്ടാ. അപ്പം മനസ്സിലാക്കിയാ മതി നീ കേട്ടടാ. വർഗത്തിന്റെ രാജാവ് സാത്താനാണ്. ഒരു വിഷയം പ്രേമല്ല പിന്നല്ല. ഗൈസ് വീഡിയോക്ക് സൗണ്ട് പറയാം. എനിക്ക് അറിഞ്ഞൂടാ എന്താ. ഇതാ ഫുള്ള് അതാ വോളിയം. എൻ്റെ ഇവിടെ ഇതാ ഇവിടെയും വോളിയം ഫുള്ളാ. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ കൂട്ടാനാ? നിങ്ങൾ തന്നെ പറ. വോളിയം ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ഇതായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. കൊന്നോളാൻ ഇത് നായിക്കും നരിക്കും പറ്റും. മരണത്തെക്കാൾ വലിയ ശിക്ഷ എന്താന്ന് ഞാൻ അറിയിച്ചോളാം. നമ്മളെ വണ്ടി ഇടിക്കാൻ വരും കേട്ടാ എല്ലാരും കൂടെ. 4 വണ്ടി ഇറങ്ങിയ നീ എവിടെ വണ്ടി? അവന്മാരുടെ വണ്ടിയാ? 1 2 3 4 5 6 7 പേര്. എവിടെ സ്നൈപ്പ്? എവിടെ നിൽക്കുക? മാര് ചെയ്സാണല്ലോടാ നിങ്ങളാ? ഇടിയായോ അവിടെ? ബീച്ചിൽ പോകാനാരാ? ബീച്ചിലാരാ പോന്നെ? നമ്മളാണോ? ഇവിടെ ഇറങ്ങി അടിച്ചു. വലിയ ദിനൊന്നുമില്ല. വണ്ടി അടിക്കാറില്ല. വഴിക്കൂടെ വണ്ടി ഓടിക്കാൻ അറിയത്തില്ലടാ ഇവരൊന്നത്. നൈസായിട്ട് ഡയലോഗ് അടിച്ചിട്ട് പോയവൻ. മൈൽസ് എടാ സ്നൈപ്പേ ഇവിടെ ഫൈറ്റ് ആടാ. നീ എങ്ങനെയാലും ഒരു വണ്ടി എടുത്തുണ്ടോ? ഗ്യാമോസിന്റെ ഫ്രണ്ടില്ലേ? അടിച്ചടാ. അവന്റെ ഒക്കെ എന്തോടാ? അവന്റെ ഒക്കെ
കളിയടാ. ആഹാ. അച്ഛനെ കൊണ്ടുപോയി തള്ളു പുതിയ അടിച്ചോടാ 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 എല്ലാ കുണ്ണാളും അടിച്ചോടാ. എന്താ സിനിമാറ്റിക്സ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കണേ? കിടക്കള് അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. നീ പക്ഷെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ മസിലിന്റെ വലിപ്പം കണ്ടുള്ള ധൈര്യം കാണിച്ച് മുന്നോട്ട് ഇതിനപ്പുറം കടന്നാൽ മമ്പർ ആലിക്കുൽ സാഹിബിന്റെ മൂത്ത മോൻ ബാവയ്ക്ക് അനിയന്റെ ഖബറിന്റെ അടുത്ത് കുഴി ഇവരെ ഏഴുപേരും അടിച്ചോമാരല്ലോ. വരും. കാലി പിടിക്കാൻ കുഴിയുന്നവന്റെ മൂർത്താവിൽ തുപ്പുന്ന സ്വഭാവം കാട്ടിയാൽ ഈ ഭൂമി മലയാളത്തിൽ ഒരു മോന്റെ മോനും വിഷയമല്ല. അത് ഈ ചെക്കന്മാർക്ക് കാണിച്ചു കൊടുക്കണം. നീ പറഞ്ഞെങ്കിൽ വരാൻ പറഞ്ഞ നാളിന്റെ മക്കളുണ്ട്. അടിച്ചല്ലേ അടിക്കുന്ന ചന്ദ്ര എത്തിയിട്ട് ചന്ദ്ര സിറ്റുവേഷൻ ഞാൻ പറയാം. ഞാനും മറ്റേ പ്രിയങ്ക എന്ന് പറയുന്ന ഒരു കൊച്ചോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഈ ഉമ്മാർ അവിടെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. എന്തോ കഴിവിനെ പറ്റി സംസാരിച്ചിരുന്നു. ഉമ്മാരിങ്ങനെ എന്തോ കൗണ്ടർ അടിച്ചു. അപ്പോഴത്തേക്ക് ആ പെൺകൊച്ചു പറഞ്ഞു നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് കഴിവില്ലല്ലോ. അത് നിങ്ങൾക്ക് കെട്ടിയിട്ട് കാര്യമില്ല, ഉപയോഗമുള്ളവരുടെ പെൺകൊച്ചിന്റെ മൂക്ക് നോക്കി പറഞ്ഞ അവന് പൊട്ടത്തില്ലേ? അവൻ പിടിച്ചവിടെ ചോദിച്ചു വാങ്ങി. വണ്ടിയായിരുന്നു, ഗ്യാങ് വണ്ടി എടുത്ത് വന്ന് ചോദിച്ചു വാങ്ങി. കുഴുത്തപ്പോഴത്തേക്ക് അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞ് അങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നെ തുടങ്ങി ഒരു 10-15 മിനിറ്റ് കളിക്കുന്ന കഴിവില്ലാത്തമാരൊക്കെ വണ്ടി എടുത്തോണ്ട് പോകാം. നീ ഏരിയ നെല്ല് കണ്ടില്ല, എടുത്തോണ്ട് പോകാം. നീ തലവെക്കുന്ന ദിവസമല്ലോ വണ്ടി എടുത്ത് പോകാൻ നോക്കടാ. ഇവിടെ കിടന്ന് പൂക്കാതെ നീ ഏരിയ എടുത്തോണ്ട് പോകാൻ. നിന്റെ പേട്ട് വണ്ടിയൊക്കെ എടുത്തോണ്ട് പുറത്തിറങ്ങുമ്പോൾ എടുത്തോണ്ട് പോകണം. നീ പുറത്തിറങ്ങുമ്പോ പുറത്തെടുക്കണം. അതിനുള്ള ബുദ്ധിയെങ്കിലും നിന്റെ മറ്റേ പറഞ്ഞു തരാൻ പറ. എന്നിട്ട് അവൻ എന്നോട് ചോദിച്ചു നീ ധൈര്യം ഉണ്ടെങ്കിൽ ഈ വണ്ടിയിലോട്ടൊന്ന് കയറുന്നു. ഞാൻ ഓക്കെ ബ്രോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി കയറും. അപ്പൊ തന്നെ അമ്മമാർക്ക് ഹോസ്റ്റേജ് എടുക്കാൻ എന്തോ പേടിച്ചിട്ടാണോന്ന് അറിയത്തില്ല, മരുന്ന് ഇറക്കിട്ടോട്ട് പോയി. പ്ലീസ് വണ്ടി ഒന്ന് ഇറക്കുമോ വെളിയിൽ ഇറങ്ങിട്ടെ. ധൈര്യം ഉണ്ടെ വണ്ടി കയറാന്ന് പറഞ്ഞിട്ട് ഒരു 100 മീറ്റർ ഫ്രണ്ടിലോട്ട് പോയിട്ട് പറയാം പ്ലീസ് വണ്ടി ഒന്ന് ഇറങ്ങും പ്ലീസ്. 100 പോയില്ലേ? സത്യം 50 മീറ്റർ പോയിട്ട് പറയാം പ്ലീസ് വണ്ടി ഒന്ന് ഇറങ്ങും, റിക്വസ്റ്റ് ആണെന്ന്. ഹോസ്റ്റേജ് എടുക്കാനുള്ള ധൈര്യമില്ലേ? ഹോസ്റ്റേജ് എടുക്കാനുള്ള ധൈര്യമില്ലേ ഇറക്കി വിടുന്നു നീയൊക്കെ? നമ്മളീ അടിച്ചാലും നമ്മളെ തിരിച്ചു വിളിച്ചാൽ പോരെ. എന്നടുത്ത് ചുമ്മാ അങ്ങോട്ട് സംസാരിക്കുന്നതിന്റെ കാര്യം തന്നെ വെറുതെ ശോകമാണ്. മനസ്സിലായില്ല നീ എന്തിനാ അടിച്ച് പിടിച്ചെന്നൊക്കെ ചോദിക്കാൻ. സിറ്റുവേഷൻ എടുക്കാം എല്ലാവരും കേറാൻ പറ. ഫോണെടുത്ത് കറക്കി നമ്മുടെ പിള്ളേരേക്ക് വരാൻ പറ. ഇവിടുന്ന് പോയില്ല. ഞാൻ വാറ കണ്ടായിരുന്നു, പ്രീ വാറ ഞാൻ കണ്ടില്ല. വണ്ടി തിരിച്ചു പോകും. ഷോ മാത്രമേ ഉള്ളൂ. ലൈനപ്പ് ആരൊക്കെ? നിക്ക്, ഇറ്റാച്ചി, ഈ മിലു ആരാ? ബാലങ്കനാർ, സാവേജ്, മാഡി, വില്ലു, ഗുലാൻ, രായ, സുനിമോന്, വില്ലി, ഓക്സി, ഫ്ലഫി, സ്നൈപ്പ്, സ്പീഡ്. വെടിമൈരന്മാരെല്ലാം ഉണ്ട്. ഫൺ മൈൽസ് ആവാന്ന്. ഓക്കെ നൈസായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. കിട്ടില്ല. സൈറക്സ് ആണെന്ന് തോന്നുന്നത് സിനിമാറ്റിക്സ്. ഓ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോലും സമ്മതിക്കാതെ പണ്ണാണ്.
മോന്റെ കീടുന്നുണ്ടല്ലോ. ക്ലോക്കിനടുത്തൊക്കെ വണ്ടി വന്നത് താമേതൊക്കെ അവിടെ അടിച്ച് ഉറക്കാണ് കാളിദാസൻ. അത് സിനിമാറ്റിക്സ് അല്ലല്ലോ. സിനിമാറ്റിക്സാ. ലോലിന്റെ നമ്പർ നടത്താൻ ലീഡർ അല്ല ഹെൽഫെയർ ലോലിന്റെ ഹെൽഫെയർ അല്ലേ ഇത് ലോലന്റെ ഹെൽഫെയർ ഇത് അഭിയന്റെ ഹെൽഫെയർ. അഭിയണ്ണനാ എന്നാ നിന്റെ അഭിയ അണ്ണനോട് പറഞ്ഞു അടിച്ച് അഭിയുടെ ഫോട്ടോ അടിച്ചു. എന്താണ് ഹംസക്കുട്ടി? എങ്ങനെയാ ഹംസക്കുട്ടി ഗ്യാങ് സെറ്റാണോ? ഇത്ര സെറ്റ് ആയിട്ടാണോ അവിടെ അടിച്ച് മെഴുകി ചത്ത് പുഴുത്ത് അവിടെ അയ്യോ ഇപ്പൊ എന്നോട് പറഞ്ഞ സെറ്റ് എന്ന് ഗ്യാങ് എന്നിട്ട് അടിച്ച് കിട്ടുവനൊക്കെ ബാലനൊക്കെ അടിച്ച് കൊടുക്കണ കണ്ടാ. ഇതാണ് നിന്റെ സെറ്റ് ഗ്യാങ്. ബ്രോ ഉണ്ടായിരുന്നോ മറ്റേ മെഴുക്കിലിരുന്ന് സംസാരിച്ചപ്പോ? എന്നിട്ട് എന്തോ പറ്റി ബ്രോ? ആ താളമൊന്നും അടിയിൽ കണ്ടില്ല. ഇത് കഴിയുമ്പോഴല്ലേ നമുക്ക് ഇനി അടി ശരിയായ ഓ ഓ ഇത് കണ്ടപ്പോ എനിക്ക് എന്ത് ഓർമ്മയാണ് പണ്ടത്തെ രായന്റെ സാറില്ലേ വെട്ടി തൊലയ്ക്കും. സുഖമാണോ? അത്രയ്ക്ക് സുഖം വേണ്ടെന്ന്. ഹലോ ഹലോ മച്ചാന മീറ്റിംഗ് എന്ന് പറഞ്ഞില്ലേ? ഞാൻ ലൈക്ക് ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, മീറ്റിംഗ് വരാൻ പറ്റത്തില്ല. ലൈക്ക് ബ്രോ ഒരു മിനിറ്റ്, ഇതിപ്പം നിങ്ങൾ ആരാണ് അലൈവ് ആയിരുന്നെന്ന് പറയാമോ? നമ്മുടെ പപ്പു ഇപ്പൊ സിറ്റുവേഷൻ ഒക്കെ അല്ല, അപ്പൊ നിങ്ങൾ വാറ വിളിക്കല്ലേ? ഞങ്ങൾ വിളിക്കും. ഇത് കഴിയുമ്പോഴല്ലേ നമുക്ക് ഇനി അടി ശരിയായ അന്ന് കോമൺ വെഹിക്കിൾ ആയിരുന്നല്ലേ ഗ്യാങ് വണ്ടി. സിനിമ എടുക്കാറോ GTA 6 ഒക്കെ സിനിമാറ്റിക്സ് ഒക്കെ എന്തോ ആയിരിക്കും ജോഗി. സ്പീഡ് വീണ്ടും പുഷ് ചെയ്യുന്നുണ്ട്. ഓ കളിച്ച് അവിടെ അത് ലോക്ക അത് ലോക്ക അത് ലോക്ക അത് ലോക്ക. വണ്ടി മറിഞ്ഞു. അമ്പോ കറക്റ്റ് ബാലിന്റെ വായിൽ തന്നെ കേറി കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. എല്ലാവന്മാര് ഗതികേട് നോക്കണം പാവങ്ങളെ. പിന്നെയല്ല ശരിയായ വാറ്. ഒരു വണ്ടി ഡൗൺ ആയി. വണ്ടി പറഞ്ഞേട്ടാ. വണ്ടി പറഞ്ഞു ഓ ഇതിൽ ഇവിടെ ഇതിലെ സ്നൈപ്പിന്റെ മറ്റേ പിക്ക്. ഓ ഇവിടെ സ്നൈപ്പ് ഒരു പിക്ക് എടുത്തു. എന്റെ അമ്മ ആ HP ഒന്ന് നോക്ക്. ഓ അവിടെ നൈസ് അടി കുത്തിയിട്ടുണ്ട്. സ്പീഡ് ചെയ്യുമ്പോൾ ഓക്കെ സ്പീഡ് തിരിച്ചിട്ടുണ്ട്. അമ്പോ ഇപ്പം നല്ലൊരു അടി ഇവിടെ കുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വണ്ടിയാണ് അവിടെ ഒരു വണ്ടിയത് നല്ല കാസ്ട്രോഡ്. അതെ. ഓ
ഇവിടെ ഫ്ലഫി പിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ എച്ചപ്പ് മാരി ഡൗൺ ആയിട്ട് എന്നാണ് ഇതൊക്കെ സ്പോട്ട് ചെയ്യണേ? എന്റെ ഭാര്യ ഓണായിട്ട് ഒന്നും ചെയ്യാനില്ലടാ അവന്മാർക്ക്. അടിച്ച് ഭിത്തിയിൽ അവിടാണല്ലോ അവന്റെ അന്ത്യം. ഓമ്പോ उसकी आंखें सब देख रही है. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്. ഇത് മാമൻ ചെയ്തേന്ന് തോന്നുന്നു. ഇത് മാമൻ ചെയ്തേടാ, മാമൻ ചെയ്തേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. സിനിമാറ്റിക് വാസ് ഓൾവേസ് തെറ്റാണ്. മരണത്തേക്കാൾ വലിയ ശിക്ഷ എന്താണ് ഞാൻ അറിയിച്ചോളാം. നരകം തീ. ഹംസക്കുട്ടി തീപ്പന്തോ ഇത് കണ്ട നരകം തീ പറഞ്ഞ് വെടി വെച്ചിരിക്കണവൻ. അത് കണ്ട് ഞാനത് ആദ്യം വെച്ച അവന് തീപ്പന്തോ അത് നോക്കി വിട്ടത്. നരകം തീ അതായിരുന്നു അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അയ്യോ ഒറ്റടിക്ക് വിട്ടിട്ടേ. അമ്മോ വിഷയ സാധനമാണോ. ആ സൈറക്സ് ആണ് സിനിമാറ്റിക്. മാമനും ചെയ്യുമ്പോ നിന്റെ സിനിമാറ്റിക് മാമനാ ആണോ? ചാപ്റ്റർ 2 ഇവിടെ KGF 2 months later. എന്താ ബ്രോ? സോറി ഓക്കെ ബ്രോ. ഓക്കെ ഇതാര് പേരെന്തര്? ബ്രോ എന്റെ ഒരു സാവേജ്. അപ്പൊ സോറി ഇല്ല കേട്ടാ, തിരിച്ചെടുത്ത്. ഓ ആണല്ലേ? ഓ നിന്റെ സോറി കണ്ട അല്ലെങ്കിൽ എന്നാലും പുറത്തോട്ടിറങ്ങാ. ഓ പുറത്തോട്ടിറങ്ങി നീ എന്ത് ചെയ്യും? മാസാണല്ലോടാ നിനക്ക്. മാസാ ബ്രോ ഏത് ഗാങ് ആയിരുന്നു? ഞാൻ എൻഫയർ. നീ വാ, നീ പുറത്തോട്ട് വാ. ഹലോ ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ പേരൊക്കെ കേൾക്കുമ്പോ ചിരി വരൂല ആർക്കാണേലും. ഹലോ മച്ചാനെ, സുഖമല്ലേ? ഇതാരാണ്? എന്റെ പേര് ഡെഞ്ചി. ഇതാരാ? റോബർട്ട് പറയും. എന്റെ പേര് ഗിയോ. ഓ ബ്രോ ഏത് ഗാങ്? അതൊക്കെ അറിയണോ ബ്രോ സംസാരിക്കാൻ? അല്ല ഞാൻ ഇത് പറഞ്ഞതിന് പോലെ ഒരെണ്ണം പറയട്ടെ. എന്തായാലും ഈ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്ത സ്ഥിതിക്ക് ഉടനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. നിങ്ങൾ അതും പ്രതീക്ഷിച്ചിരിക്കാവും. മനസ്സിലായോ? അതങ്ങനെ വരുള്ളൂ. അങ്ങനെ കോമർ എടുക്കൂ. പിന്നില്ലാതെ യോഗി കണ്ട വരുന്ന ദിവസം എന്ന് പറഞ്ഞേട്ടാ ഞാനില്ല ജോക്കി. ഞാൻ കൊച്ചിന്റെ പേരെടുപ്പായിട്ട് ആശുപത്രി നിൽക്കുന്ന സമയമാണ് ഇതൊക്കെ. മനസ്സിലായ? ഞാനില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല ജോക്കി. ഞാനില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല ഈ സിറ്റിയില്.
എടാ റാവുത്തർ ശശി ആ കുട്ടിയില്ലേ അവ എല്ലാം എടുത്തിട്ട് പറ്റും. ഓ വന്നല്ലോ പറഞ്ഞപ്പോ തീർന്ന് വന്നില്ല ആള്. എല്ലാം വന്നു. കഴിഞ്ഞോടാ നിന്റെയൊക്കെ കട കുറെ നാളായിട്ട് തുടങ്ങിയത് കേട്ടാ. ഇനി ഉണ്ടാക്കാൻ വരില്ല ഇങ്ങോട്ട് കേട്ടാ. നീ ഇനി ഉണ്ടാക്കാൻ വരില്ല ഇങ്ങോട്ട് കേട്ടാ. ചുണ്ണിക്കടലൊക്കെ ഉണ്ടോ? ചുണ്ണിക്കടലൊക്കെ ഉണ്ടോ? നീ ഇവിടെ ഉണ്ടാക്കാൻ വരില്ല കേട്ടാ. ഇനി കുറെ നാളും കൊണ്ട് ഉണ്ടാക്കിയാ നാളെ നീയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എല്ലാം പറയാൻ കേട്ടാ. നിന്റെ വീട്ടിൽ കയറി അടിക്കുന്നുണ്ട്. വീട്ടിൽ കയറി കൊണ്ടത് ഓർമ്മയുണ്ടോ മോനെ നിനക്ക്? ആട്ടിൻകുട്ടിയെ അറുത്ത് മാംസം ഭക്ഷിച്ചവർ അറിയണം, അതിനും ഒരു ഇടയനുണ്ടായിരുന്നു. നാളെ ഉത്തരം കൊടുക്കേണ്ടി വരുന്നു. ഇതിപ്പോ രണ്ടാമത്തെ വട്ടാ ചോക്കി. ഇതിന് മുമ്പ് നമ്മളൊരു ദിവസം കയറി അടിച്ചായിരുന്നു. ഓ വില്ലുമോൻ തൃശ്ശൂർ കെട്ടി. തീർക്കും ആട്ടങ്കലടിച്ച് തീർക്കണം. എന്റെ പേര് ഡെഞ്ചി. പിന്നെ അല്ല, നിന്റെയൊക്കെ സൂക്കേട് തുടങ്ങിയിട്ട് കുറെ നാളായി. ചുണ്ണിക്കടലൊക്കെ ഉണ്ടോ? കുറെ നാളായിട്ട് തുടങ്ങിയത് കേട്ടാ. ഇനി ഉണ്ടാക്കാൻ വരില്ല. കുറെ നാളായിട്ട് തുടങ്ങിയ ദേഷ്യം വരൂല്ലേ പിന്നെ. നീ വാ, നീ പുറത്തോട്ട് വാ. എടാ കേട്ടാ റാവുത്തർ ശശി. ഓ സ്വന്തം ഗ്യാങ് ഹൗസിലിട്ട് ഇടിച്ചിട്ട് കൊല്ലുക എന്ന് പറഞ്ഞുള്ള ഇൻസൾട്ട് അല്ലേ? ഗ്യാങ് ഹൗസ് കയറി അടിക്കും. അവന്മാരെ ലാസ്റ്റ് ഒരു കൊണ അടിച്ച് നിന്നെയൊക്കെ അടിക്കുകയും ചെയ്യും. ഗ്യാങ് ഹൗസിൽ കയറി പണ്ടു. എന്തൊരു മനസ്സ് കളിയാ. പ്രണസായിട്ട് ഇറങ്ങി പോടാ മൊണ്ണ. ആളില്ലാത്ത നേരം നോക്കി വന്ന് കണ്ടവന്റെ പള്ളക്ക് ഉണ്ടം കയറ്റി പോകുമ്പോ ഓർക്കണായിരുന്നു. നിനക്കും ഞങ്ങൾക്കും നരകത്തിലേക്ക് ഒരു ഒറ്റ വഴിയേ. ഞങ്ങളപ്പോ കുർബാന ചെല്ലാൻ പോവാ ചെട്ടിയാലെ. വേണമെങ്കിൽ ഒന്ന് കുരിശ് വരച്ചു. നല്ല ഫ്രെയിം, അത് കിടില ഫ്രെയിം. മോല് മറന്നിട്ടില്ല ഏട്ടാ ചോക്കി. നമ്മള് രണ്ടുപേരും ഉണ്ട്. ജോക്കി ഒരു മാസത്തോടെ ഇനാക്റ്റീവ് ആയിരുന്നെങ്കിൽ ഈ വീഡിയോ പോലും നമ്മൾ ഉണ്ടാവില്ലായിരുന്നു കേട്ടാ. ഞാൻ കറക്റ്റ് സമയത്തിൽ ഇന്റർഫിയർ ചെയ്ത് കേട്ടോ. അതുകൊണ്ടാണ് ആ ഫ്രെയിമിൽ വരാൻ പറ്റിയ, അല്ലെ അവിടെ ഉണ്ടാവില്ലായിരുന്നു.